ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലേ ലൈഫ് പ്രോസസ്സസ് അല്ലെങ്കിൽ ജീവൽ പ്രക്രിയകളിലേക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്, അവിടെ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു നല്ലൊരു ചാപ്റ്ററാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കേണ്ട, നമുക്ക് വേഗം തന്നെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ ഒട്ടും ടൈം ലേറ്റ് ആക്കാതെ വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, ലെറ്റേഴ്സ് എസ്എസിൻ്റെ വീഡിയോ സൊല്യൂഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സൊല്യൂഷൻ, വർക്ക്ഷീറ്റ്, ചാപ്റ്റർ വൈസ് എക്സാം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ എത്രത്തോളം ടൈം ലേറ്റ് ആക്കുന്നോ അത്രയധികം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള ടൈം കിട്ടാതെയാവും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അതിൽ തന്നെ നിങ്ങൾ പ്ലസ് ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കംപ്ലീറ്റ് ബുക്ക് സെറ്റും പ്ലസ് റിവിഷൻ ബാച്ചും ഫ്രീ ആയി കിട്ടും. ഇതിൽ ഈ ബുക്ക് സെറ്റിൻ്റെ ഷോർട്സ് നമ്മുടെ സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുത്താലാണ് നിങ്ങൾക്ക് ഈ ബുക്ക് സെറ്റ് ഫ്രീ ആയി കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പം താല്പര്യമുള്ള മക്കൾ ഇതാ ഈ ഒരു നമ്പറിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ആദ്യം തന്നെ മിസ്സിന് നിങ്ങളോടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതായത് നമ്മുടെ സെല്ലിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പോയി അല്ലേ, നമ്മുടെ എല്ലാവരുടെയും ബോഡിയുടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ബേസിക് യൂണിറ്റ് എന്നായിപ്പോയി ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്താ പറയുക അല്ലേ? സെൽ. അതിപ്പോൾ മിസ്സ് പറഞ്ഞതുകൊണ്ടുകൂടെ നമുക്കിനിപ്പോൾ ചിന്തിക്കാനില്ല, കോശം അല്ലേ? അപ്പോൾ നമ്മുടെ കോശമാണ് നമ്മുടെ ജീവൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നാണ് നമ്മൾ പറയാറ്. ഇനി ഈ ലൈഫ്, അതായത് ഈ കോശങ്ങൾ ഒറ്റയ്ക്ക് ചേർന്നിട്ട് നമുക്ക് ജീവൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല അല്ലേ? കോശങ്ങൾ ചേർന്നിട്ട് എന്തായിട്ട് മാറും? ടിഷ്യൂസ് അഥവാ കലകളായിട്ട് മാറും. ഓക്കെ, കലകൾ ചേർന്നിട്ടാണ് ഒരു അവയവം ഉണ്ടാവുന്നത്. ഇപ്പം നമ്മളെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അവയവ വ്യവസ്ഥ തന്നെയുണ്ട്. അവയവ വ്യവസ്ഥ അഥവാ ഓർഗൻ സിസ്റ്റം ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ന് പറയുന്ന അല്ലെ ജീവനുള്ള ലിവിങ് ബീയിങ് ആയിട്ട് മാറിയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജീവനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക? അപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും, നമ്മൾ മൂവ് ചെയ്യും അല്ലേ, നമ്മൾ കുറേ എന്താ പറയുക സയൻസ് കാണിക്കുന്നുണ്ട്, സൂചനകൾ നമുക്ക് തരുന്നുണ്ട്, നമ്മൾ ചലിക്കുന്നുണ്ട് അല്ലേ? മിസ് ഇപ്പോൾ കൈയും കാലിട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് മിസ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം പറയും അല്ലേ? മിസ്സിനോട് നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ മിസ് അതിനോട് റെസ്പോണ്ട് ചെയ്യും അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമ്മൾ വളരുന്നുണ്ട്. കുഞ്ഞിലുണ്ടായതുപോലെയാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? അല്ലല്ലോ, നമ്മൾ വളർന്ന് വലിയ കുട്ടികളായി അല്ലേ? അതുപോലെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ എന്താണ് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, ഇപ്പോഴും നിങ്ങൾ ഫിസിക്കലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ്. പക്ഷേ നമ്മൾ മെൻ്റലി കൂടെയൊക്കെ ഓക്കെ ആയി വരുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ബയോളജിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഏജ് എത്തുന്ന സമയത്ത് റീപ്രൊഡക്ഷൻ ചെയ്യാനും പറ്റും. സോ ഇതെല്ലാം തന്നെ ജീവലക്ഷണങ്ങളാണെങ്കിൽ സയൻസ് ഓഫ് ലൈഫാണ്. അതായത് നമ്മൾക്ക് ജീവനുണ്ട് എന്ന് കാണിക്കുന്ന കുറച്ച് സൂചനകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ജീവൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവാൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സെല്ല്, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞപ്പം ഈ സെല്ലുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയണം അല്ലേ? അതായത് ഈ സെല്ലുണ്ടാക്കിയിരിക്കുന്നത് കുറേ എലമെൻറ്റ്സ്, കുറേ മൂലകങ്ങളൊക്കെ ചേർത്തിട്ടാണ്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജീവൻ ഭൂമിയിൽ ആദ്യം ഉണ്ടായത്. അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കും, നമ്മുടെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത്. അപ്പോൾ കുറേ മൂലകങ്ങൾ, കുറേ എലമെൻറ്റ്സ് ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ലൈഫ് ഉണ്ടായിട്ടുള്ളത്. ഈ എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നീട് എന്തായിട്ട് മാറി? കുറച്ച് മോളിക്യൂൾസ് ആയിട്ട് മാറി. ഓക്കെ, ആ മോളിക്യൂൾസിനെയാണ് നമ്മൾ പറയാം ബയോമോളിക്യൂൾസ്. കണ്ടോ, ബയോ എന്ന് പറഞ്ഞാൽ തന്നെ ലൈഫാണ്. അപ്പോൾ ലൈഫ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുക? ബയോമോളിക്യൂൾസ് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ഇതെല്ലാം ചേർന്നിട്ടാണ് പിന്നീട് നമ്മൾ എന്തായിട്ട് മാറി? നമ്മൾ സിമ്പിളായിട്ടുള്ള സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ഉണ്ടായി. അതിൽ നിന്ന് പിന്നീട് ഈ പറഞ്ഞ പോലെ സിംഗിൾ സെല്ല് മാറി കോംപ്ലക്സ് ആയിട്ടുള്ള സെല്ലായി, കുറേ സെല്ലുകളായി, സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ആയി, ടിഷ്യൂ ചേർന്ന് നമ്മുടെ ഓർഗനായി. അങ്ങനെയാണ് നമ്മളായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്, പക്ഷേ പല പല രൂപത്തിലാണുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് എടുക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെ രൂപത്തിലാണ് ഉള്ളത്? ഏതൊക്കെ രൂപത്തിലുണ്ട്? നമുക്ക് പറയാം ഷുഗർ, പഞ്ചസാരയുടെ രൂപത്തിലുണ്ട്, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലുണ്ട് അല്ലേ, നമ്മുടെ സൂക്രോസിൻ്റെ രൂപത്തിലുണ്ട്, സ്റ്റാർച്ച് അഥവാ അന്നജത്തിൻ്റെ രൂപത്തിലുണ്ട്
അല്ലേ? പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ സെല്ലുലോസ് ഉണ്ട്, സെല്ലുലോസിൻ്റെ രൂപത്തിലുണ്ട്, ഫൈബറിൻ്റെ രൂപത്തിലുണ്ട്. ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിൻ്റെ പല പല രൂപങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞു വേറൊരു ബയോമോളിക്യൂളാണ് നമ്മുടെ പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, നമ്മുടെ ശരീരത്തിൽ ഈ ദഹന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ എൻസൈമുകൾ വേണം. അപ്പോൾ ഈ എൻസൈമുകളെല്ലാം തന്നെ എന്താണ്? പ്രോട്ടീൻസാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വളരുന്നുണ്ട്, നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ സഹായിക്കുന്ന മറ്റൊരു പ്രോട്ടീനാണ് ഹോർമോൺസ്, അതും പ്രോട്ടീനാണ്. പിന്നെ നമ്മൾക്കൊരു രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവരെ പ്രതിരോധിക്കാൻ, അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റിബോഡീസ് ഉണ്ട്, അതും പ്രോട്ടീനാണ്, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ന്യൂക്ലിക് ആസിഡ് ഒരു ബയോമോളിക്യൂളാണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പം ന്യൂക്ലിക് ആസിഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് RNA റൈബോ ന്യൂക്ലിക് ആസിഡ്, അതുപോലെ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഇത് രണ്ടും ഉണ്ട്. പിന്നെ നമുക്ക് ഫാറ്റ്, അല്ലേ? ഫാറ്റായിട്ട് നമുക്ക് ഓയിലും ലിപ്പിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതെല്ലാമാണ് നമ്മുടെ ഈ ബയോമോളിക്യൂൾസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. ഇത് എക്സാമിന് ചോദിക്കും, വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, സോ നമ്മൾ ബയോമോളിക്യൂൾസ് നോക്കിയാൽ കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് ഫ്രക്ടോസ് ആണ് കാണാം. പിന്നെ സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ ലിപ്പിഡ്സ് നോക്കുകയാണെങ്കിൽ ഫാറ്റും ഓയിലും ഒക്കെ ലിപ്പിഡ്സ് ആണ്. പിന്നെ നമ്മുടെ പ്രോട്ടീൻ ആണെങ്കിൽ നമ്മുടെ എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. പിന്നെ ന്യൂക്ലിക് ആസിഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് DNA ഉണ്ട്, RNA ഉണ്ട്. DNAയുടെ ഫുൾ ഫോമാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNAയുടെ ഫുൾ ഫോമാണ് റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA. ഓക്കെ, അപ്പോൾ ഈ ബയോമോളിക്യൂൾസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമ്മുടെ ശരീരത്തിൽ ഒന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ബയോമോളിക്യൂൾ വെറുതെ നിൽക്കുകയല്ല, അവർ കുറേ കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? കുറേ രാസപ്രവർത്തനം അഥവാ കുറേ കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടത്തുന്നുണ്ട്. ആ മൊത്തം കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയാം. അപ്പം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ആകെ മൊത്തമുള്ള രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? മെറ്റബോളിസം. അപ്പോൾ ഈ മെറ്റബോളിസത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലൊന്നാണ് ആനബോളിസം, മറ്റേതാണ് കാറ്റബോളിസം. അതിൽ ആനബോളിസം എന്ന് പറയുമ്പോൾ ആനേനെ ആലോചിക്കുക. ആന എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജീവിയാണല്ലോ, നമ്മുടെ കരയിൽ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് ആന, അല്ലേ? അപ്പോൾ നമ്മുടെ ആനയായിട്ട് മാറുക, ആനയായിട്ട് മാറുക എന്ന് പറയുമ്പോൾ വലുതായിട്ട് മാറണം, അല്ലേ? ആന വലുതല്ലേ, അപ്പോൾ വലുതായിട്ട് മാറണം, അല്ലേ? ബിഗ്ഗായിട്ട് മാറണം. എങ്ങനെയാണ് ബിഗ് ആവുക? നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് കുറേ പൈസ ഉണ്ടാവുക? കുറച്ച് കുറച്ച് പൈസകൾ കൂട്ടി കൂട്ടി വെച്ചാണ് നമ്മൾ കുറേ പൈസ ആവാം, അല്ലേ? നമ്മൾ പറയാറില്ലേ, പല തുള്ളി പെരുവെള്ളം, ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ചേർത്ത് ചേർത്ത് വെച്ചാണ് നമുക്ക് കുറേ വെള്ളം കിട്ടുക. അതേപോലെ കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ചേർന്നിട്ടാണ് വലിയ മോളിക്യൂളായിട്ട് മാറുക, അല്ലേ? അപ്പോൾ ആനയായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ, വലുതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് കൂടി ചേരണം, അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? മേക്കിംഗ് റിയാക്ഷൻ അല്ലെങ്കിൽ സിന്തസൈസിങ് റിയാക്ഷൻ. എന്തൊക്കെയോ ഉണ്ടാക്കുന്ന റിയാക്ഷനാണ്, എന്തൊക്കെയോ ചേർത്ത് വെച്ചാലല്ലേ വലുതായിട്ട് മാറുള്ളൂ. സോ അങ്ങനത്തെ മേക്കിംഗ് റിയാക്ഷൻസിനെയാണ് നമ്മൾ ആനബോളിസം എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ കാറ്റബോളിസം എന്തായിരിക്കും? അപ്പോൾ കാറ്റിനെ ആലോചിക്കുക. കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ആളല്ലേ മക്കളെ? കാറ്റ് ഇതാ കുഞ്ഞാളാണ്, പാവം, അല്ലേ? അപ്പോൾ ചെറുതായിട്ട് മാറണം, സ്മോളായിട്ട് മാറണം എന്ന് ആലോചിക്കുക. സ്മോൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ കല്ലുണ്ട്, അതിനെ സ്മോൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടപ്പി ടപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹാമർ വെച്ച് അടിക്കണം, അല്ലേ? അപ്പോൾ വലിയ സാധനത്തിനെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടിക്കണം. അപ്പോൾ ബ്രേക്കിംഗ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്രേക്കിംഗ് റിയാക്ഷൻസ് ആണ് കാറ്റബോളിസം. ഇപ്പോൾ ഒരു വേറെ ബയോളജിക്കൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ശരീരത്തിൽ നമ്മൾ എന്താണ്, വലിയൊരു ചിക്കൻ പീസ് നമ്മൾ കഴിക്കുന്നു. ഈ ചിക്കൻ പീസിനെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുമോ? സെല്ല് മൈക്രോസ്കോപ്പിക് ആണ്, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ ഈ ചിക്കനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ബ്രേക്ക് ചെയ്യും, അല്ലേ? ചിക്കൻ്റെ അകത്തുള്ള ആദ്യം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കും, പിന്നെ അതിനകത്തുള്ള പ്രോട്ടീനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് അമിനോ ആസിഡ് ആക്കി മാറ്റും. അപ്പോൾ ഇതെന്താണ്? ബ്രേക്കിംഗ് റിയാക്ഷനാണ്, കാറ്റബോളിസം ആണ്. ഇനി നിങ്ങൾ ഫോട്ടോസിന്തസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം ഒക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണ്.
സോ ഇവിടെ മേക്കിംഗ് റിയാക്ഷൻ, ദാറ്റ് ഈസ് ആനബോളിസം. ഓക്കെ, അപ്പോൾ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ടുഗെദർ ടേക്കിംഗ് പ്ലേസ് ഇൻ എൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന മൊത്തം രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, മെറ്റബോളിസം. അതിൽ തന്നെ ആനബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്ലാന്റ്സ് എന്ത് ചെയ്യാണ്, നമ്മളെ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. സോ ദിസ് ഈസ് മേക്കിംഗ് റിയാക്ഷൻ. ഓക്കെ, നിർമ്മാണ പ്രവർത്തനമാണ് മേക്കിംഗ് റിയാക്ഷൻ. അപ്പോൾ കാറ്റബോളിസം എന്ന് പറഞ്ഞാലോ ബ്രേക്കിംഗ് റിയാക്ഷൻ, നമ്മളെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് വേണം, എൻസൈംസ് വേണം. അപ്പോൾ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യാൻ വേറെ എൻസൈം ഉണ്ട്, കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്യാൻ വേറെ എൻസൈം ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു എൻസൈമാണ് പെപ്സിൻ. ഓക്കെ, കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈമാണ് എമൈലീസ്. ഇനി ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്യാൻ ലിപ്പേസ്, എയ്സ് ചേർത്താൽ മതി. ലിപ്പിഡിനെ ബ്രേക്ക് ചെയ്യാൻ ലിപ്പേസ്. ഓക്കെ, അപ്പോൾ ഈ എൻസൈമുകൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി മെറ്റബോളിസം നടക്കുന്നുണ്ട്, രാസപ്രവർത്തനം നടക്കുന്നുണ്ട്, അത് കുറച്ചുകൂടി സ്പീഡാക്കുക. അതായത് നമ്മളിങ്ങനെ നാട്ടിലൊരു ചൊല്ലില്ലേ, എരുതിയിൽ എണ്ണ ഒഴിക്കാം. ഓൾറെഡി ഒരു തിരി ഇങ്ങനെ കത്തുന്നുണ്ട്, അപ്പോൾ എണ്ണ ഒഴിച്ചാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കത്തും അല്ലേ. അപ്പോൾ നമ്മൾ പറയും ഒരു വഴക്കുണ്ടാവുമ്പോൾ ആരെങ്കിലും കുറച്ചിങ്ങനെ കൂട്ടി കൊടുക്കാന്ന് പറയില്ലേ, ആ വഴക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാന്നൊക്കെ പറയില്ലേ. എന്തെങ്കിലും പറഞ്ഞാൽ എടാ അവൻ നിന്നെ ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ അങ്ങനെ പറയില്ല, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ദേഷ്യം കൂടും അല്ലേ. അപ്പോൾ അതേപോലെ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ കുറേ റിയാക്ഷൻസ് നടക്കും. എൻസൈം ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ എൻസൈമാണ് നമ്മുടെ എക്സാമ്പിൾസ് സെലൈവറി, എമൈലേസ്, പെപ്സിനൊക്കെ. അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള ആൾക്കാരാണ് ഹോർമോൺസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് വളരുന്നത്, ചില ആൾക്കാർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും വളർച്ച കുറവായിരിക്കും. അത് അവരുടെ ശരീരത്തിൽ വളർച്ചാ ഹോർമോൺ ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, നമ്മളൊക്കെ ഇങ്ങനെ പ്രോപ്പറായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭയങ്കര കഴിവല്ല, എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നന്നായിട്ട് ഡെവലപ്ഡ് അല്ലേ. നിങ്ങളെല്ലാവർക്കും എന്താണ് ഈ പറഞ്ഞ ഈ ഒരു പ്രായത്തിൽ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ ചെറുതായിട്ട് മീശ, താടി, അല്ലെ ഗേൾസിലാണെങ്കിൽ മെൻസ്ട്രേഷൻ, അതിനൊക്കെ കാരണം ഹോർമോൺസ് ആണ്. ഇപ്പോൾ ഗേൾസിലുള്ള ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ, ബോയ്സിലുള്ളതാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ കുറേ അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്, എൻഡോക്രൈൻ ഗ്രന്ഥികളുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ, റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ഫുഡ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫുഡാണ് വേണ്ടത്, നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം. കാർബോഹൈഡ്രേറ്റ് എവിടെ നിന്നാണ് കിട്ടുക, നമ്മൾ ചോറ് കഴിക്കും, റൈസ് കഴിക്കും അല്ലേ. നമുക്ക് പ്രോട്ടീൻ വേണം, പ്രോട്ടീൻ എവിടെ നിന്നാണ് കിട്ടുക, നമുക്ക് ചിക്കൻ പീസിൽ നിന്ന് കിട്ടും, ഫിഷിൽ നിന്ന് കിട്ടും അല്ലേ. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ സാധനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലെത്തുന്നത്? സെല്ല് മിസ് പറഞ്ഞു മൈക്രോസ്കോപ്പിക് ആണ്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇവർ എത്തുക, ആരാ അവിടെ എത്തിക്കുക അല്ലേ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ചുറ്റുപാടുണ്ട്. നമ്മുടെ ചുറ്റുപാടിന് നമുക്ക് എന്ത് പറയാം, നമ്മുടെ പുറമേ ഉള്ളതാണ് നമ്മുടെ ചുറ്റുപാട്. ഇപ്പോൾ ഇവിടെ ചോറുണ്ടെങ്കിൽ ഇത് പുറത്താണുള്ളത്, നമ്മുടെ ഉള്ളിലെത്തിയോ, ഇല്ല. അപ്പോൾ പുറമേ ഉള്ള സാധനങ്ങളെ നമുക്ക് എന്ത് പറയാം, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയാം. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ഇത് എവിടെ എത്തണം, നമ്മുടെ ഉള്ളിലെത്തണം. ഉള്ളിലെത്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എത്തണം. ഓക്കെ, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എത്തിയാലാണത് സെല്ലിന് കിട്ടുക. അത് ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? ആന്തര പരിസ്ഥിതി റെഡി. അപ്പം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അഥവാ ബാഹ്യ പരിസ്ഥിതിയിലാണ് നമ്മുടെ ഫുഡ് ഉള്ളത്. അത് ഏതൊരു ജീവിക്കും അങ്ങനെയാണ്, പ്ലാന്റ്സിനൊഴികെ. പ്ലാന്റ്സിന് മാത്രം സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് അവർക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെല്ലാവരും എന്താ പറയുക, കൺസ്യൂമേഴ്സാണ് അല്ലെ, ഉപഭോക്താക്കളാണ്, പ്ലാന്റ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള ഫുഡ് നമ്മുടെ ഉള്ളിലേക്ക് അഥവാ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്തറിയണം, എന്താണ് ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, എന്താണ് ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്നറിയണം. അതിന് ശേഷമാണ് ഇതെങ്ങനെ എത്തുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 2 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, എന്ന് വെച്ചാൽ അവർക്ക് ആകെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ.
പിന്നെയുള്ളതാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. എന്ന് വെച്ചാൽ നമ്മളൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ബഹുകോശജീവിയാണ്. നമുക്ക് ഒന്നിലധികം കോശങ്ങളില്ലേ, ഈ കോശങ്ങൾ ചേർന്നാണ് ടിഷ്യൂ ആയത്, ടിഷ്യൂസ് ചേർന്നാണ് ഓർഗൻ ആയത്, ഓർഗൻസ് ചേർന്നാണ് ഓർഗൻ സിസ്റ്റം ആയത്. അപ്പോൾ ഈ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ എക്സാമ്പിളാണ് അമീബ. അപ്പോൾ അമീബയാണിത്. ഓക്കെ, അപ്പോൾ അമീബേനെ സംബന്ധിച്ചിടത്തോളം അമീബയ്ക്ക് അവയവവും ഇല്ല, ഓർഗൻ ഇല്ല, ഓർഗൻ സിസ്റ്റം ഇല്ല, ടിഷ്യൂസ് ഒന്നുമില്ല, ആകെ ഒരൊറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമീബയുടെ ഒരു ഫുഡ് ഇവിടെ കണ്ടു. അമീബ എന്താ ചെയ്യുക? അമീബയ്ക്ക് ഇനി ഓർഗൻ്റെ അകത്ത് എത്തിയല്ലേ. നമ്മളെ കാര്യത്തിലാണെങ്കിൽ ഫുഡ് കണ്ടാൽ നമ്മൾ വായയിലിടണം, വായയിൽ നിന്ന് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യണം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ പോയിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനെ ബ്രേക്ക് ചെയ്യണം, എൻസൈമുകൾ അതിനെ ബ്രേക്ക് ചെയ്യണം, എന്നിട്ട് ബ്ലഡിലേക്ക് അതിനെ അബ്സോർബ് ചെയ്യണം. അങ്ങനെ ബ്ലഡിലെത്തിയ ഈ ന്യൂട്രിയൻസ് സെല്ലിലെത്തണം. ഇത്രയും വഴി കടന്നു പോകണം. പക്ഷെ അമീബയ്ക്ക് ആകെ ഒരു സെല്ലേ ഉള്ളൂ, ഡയറക്റ്റ് ഇതാ. അപ്പോൾ പുറമേ ഉള്ളേ ഫുഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് പറയാം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലാണ് ഫുഡ് ഉള്ളത്, പുറമേ. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്നൊക്കെ ഒരു ഭംഗി വാക്ക് കൊടുത്താണ്. പുറത്താണ് ഫുഡ് ഉള്ളത്. ഈ ഫുഡ് നേരെ ഉള്ളിലേക്ക് കയറും. അമീബ ഇങ്ങനെ നമ്മുടെ ഈ സ്യൂഡോപോഡി ഉപയോഗിച്ചിട്ട് എൻഗൾഫ് ചെയ്യും, വിഴുങ്ങിയെടുക്കും. ഒരു പ്രശ്നവുമില്ല, സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓക്കെ, നമ്മളുടെ സെല്ലിൻ്റെ അടുത്തേക്ക് എത്തണം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. അത് ആനിമലിനും പ്ലാന്റിനും വ്യത്യാസമാണ്. ഒരു ആനിമൽ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജന്തുകോശത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതി എന്ന് നമുക്ക് നോക്കണം. ബാഹ്യപരിസ്ഥിതി മനസ്സിലായില്ലേ, നമ്മുടെ ചുറ്റുപാടുതാ. ഇവിടെ ഇപ്പോൾ ഒരു ചോറ് പ്ലേറ്റ് വെക്കുകയാണെങ്കിൽ ഇത് പുറത്താണുള്ളത്, ഇത് എക്സ്റ്റേണൽ ആണ്. ഇതിനെങ്ങനെ എൻ്റെ സെല്ലിൻ്റെ അകത്തെത്തണം? അപ്പോൾ നമുക്ക് ചോറിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ റൈസ് എവിടെയുണ്ട്? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ മക്കളെ? നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയിൽ ചോറുണ്ട്. ഈ ചോറിൻ്റെ ഇങ്ങനെ തന്നെ എൻ്റെ സെല്ലിൻ്റെ അകത്തേക്ക് എനിക്ക് പറഞ്ഞയക്കാൻ പറ്റൂല. അപ്പോൾ ഇതിന് കുറേ മാറ്റങ്ങൾ, മോഡിഫിക്കേഷൻ വരും. എന്തൊക്കെയാണ് ഇതിന് മോഡിഫിക്കേഷൻ? ഈ ചോറിനെ ഞാൻ എൻ്റെ വായയിൽ ഇട്ട് കഴിഞ്ഞാൽ ചവച്ചരയ്ക്കും. എൻ്റെ ശരീരത്തിലുള്ള എൻസൈമുകൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിൾ ഫോമായ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഓക്കെ, ഈ ഗ്ലൂക്കോസിനെ ഞാൻ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. ബ്ലഡിൽ ഇപ്പം എന്തുണ്ട്? ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് ഉണ്ട്. ഇനി ഈ ഗ്ലൂക്കോസ് എൻ്റെ സെല്ലിൽ എത്തണം. ഓക്കെ, അപ്പോൾ സെല്ലിതാ, ഇവിടെ സെല്ലുണ്ട്. സെല്ല് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുകയാണ്. ഇതാണ് സെല്ല്. സെല്ലിന് എന്തുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ സെല്ലിൻ്റെ ചുറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലൂയിഡ് കാണുന്നില്ലേ? ഇതാ, ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുക? സെല്ലിൻ്റെ പുറത്തുള്ള ഫ്ലൂയിഡാണല്ലേ. ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ പറയുക എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. സെല്ലിന് പുറത്തുള്ളതാണ്. സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡാണ് സൈറ്റോപ്ലാസം. അതിനെയാണ് നമ്മൾ പറയുക ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ പുറത്ത്. അപ്പോൾ സെല്ലിന് പുറത്തുള്ള ഫ്ലൂയിഡാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ സെല്ലിൻ്റെ അടുത്തെത്തി അല്ലേ. ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് വരും. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനെയാണ് നമ്മൾ പറയുക എന്ത്? ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ്. സെല്ലിൻ്റെ അടുത്തെത്തി, ആന്തര പരിസ്ഥിതിയിലെത്തി അല്ലേ, അതിൻ്റെ സെല്ലിൻ്റെ ചുറ്റുപാടിലേക്ക് എത്തി. അമീബേനെ സംബന്ധിച്ചിടത്തോളം അമീബയുടെ ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് തന്നെയാണ് അതിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. അതിന് വ്യത്യാസമൊന്നുമില്ല. കാരണം അമീബയ്ക്ക് ഒറ്റ സെല്ലേ ഉള്ളൂ, അതിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് തന്നെയാണ് അതിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. കാരണം അതിൻ്റെ ചുറ്റുപാട് അതാണ്. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെല്ലിൻ്റെ ചുറ്റുമുള്ള ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അഥവാ എക്സ്ട്രാ സെല്ലുലാർ ദ്രവത്തിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അഥവാ ആന്തര പരിസ്ഥിതി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് നമ്മുടെ ആന്തര പരിസ്ഥിതിയിലെത്തും. ആന്തര പരിസ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. വേഗം സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്യുക, പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്താൽ സൈറ്റോപ്ലാസത്തിലെത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫുഡ് ആനിമൽ സെല്ലിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ ഫുഡ് കണ്ടു, ആ ഫുഡിന് കുറച്ച് കെമിക്കൽ മോഡിഫിക്കേഷനൊക്കെ സംഭവിച്ചു അല്ലേ. കഴിക്കുമ്പോൾ അത് ചോറായിരുന്നു, പിന്നീട് അതെന്തായിട്ട് മാറി? ഗ്ലൂക്കോസായി മാറി. പിന്നീട് അത് എവിടെ എത്തണം? അത് നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എത്തണം. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നമ്മളുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അങ്ങനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ കടന്ന്
കോശസ്തരം കടന്ന് പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണ് കേട്ടോ, സെൽ മെംബ്രെയിനും അതും കടന്ന് നമ്മുടെ സൈറ്റോപ്ലാസത്തിലെത്തും. സിമ്പിൾ അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി പ്ലാന്റ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റ് സെല്ലിൻ്റെ അകത്ത് കുറച്ചുകൂടെ സാധനങ്ങൾ ചേരുന്നതാണ് അതിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. പ്ലാന്റ് സെല്ലിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ആന്തര പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. അതിൻ്റെ സെൽ വോള്, കോശഭിത്തി, പ്ലസ് അതിൻ്റെ കെമിക്കൽ കോമ്പണൻസ്, അതിൻ്റെ ഘടകങ്ങൾ, പ്ലസ് നമ്മളുടെ എന്താ പറയുക അതിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, പ്ലസ് എയർ സാക്ക്, വായു അറ. ഇത്രയും ചേരുന്നതാണ് പ്ലാന്റ് സെല്ലിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അഥവാ ആന്തര പരിസ്ഥിതി. ഇനി പ്ലാന്റ് സെല്ലിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് ഈ ഫുഡ് മോളിക്യൂൾസ് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് അമീബയുടെ മിസ് പറഞ്ഞു ഇതാണ് അതിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇവിടെയുള്ള ഫുഡ് നേരെ ഉള്ളിലേക്ക് കയറും, പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ അമീബ നോക്കിക്കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസം സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എൻ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ. ഡയറക്റ്റ് നമ്മുടെ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് കടക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആനിമൽ സെല്ലിലോ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ സെൽസ്, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് കാണുന്ന ദ്രാവകം, എക്സ്ട്രാ സെല്ലുലാർ ദ്രാവകമാണ് അവരുടെ ആന്തര പരിസ്ഥിതി, അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇനി ഈ പ്ലാന്റ്സിൽ നോക്കിക്കേ, അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെൽ വോള്, അതിൻ്റെ കോമ്പണൻസ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, എയർ സാക്ക്, ഇത്രയും സാധനങ്ങൾ ചേരുന്നതാണ് അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സ് ആനിമൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കടക്കുന്നു നമ്മൾ കണ്ടു. ആദ്യം ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എത്തണം. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, അവിടെ നിന്ന് സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് എത്താം. സിമ്പിളാണ്. പക്ഷേ പ്ലാന്റ് സെല്ലിൽ അങ്ങനെയല്ല. 3 രീതിയിൽ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഒന്ന്, ഇവിടെ നമുക്ക് അവർക്ക് കോശഭിത്തി ഉണ്ടല്ലോ പ്ലാന്റ് സെല്ല്, അപ്പോൾ സെൽ വോളിലൂടെ സെൽ വോൾ കോശഭിത്തിയിലൂടെ ഉള്ളിലേക്ക് കടക്കാം. അതാണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തേത് നമുക്കറിയാം, ഇങ്ങനെ സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻ, സൈറ്റോപ്ലാസ്മിക് കണക്ഷനെയാണ് നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയാം അല്ലേ. ഓക്കെ, ഒരു സെല്ലും വേറൊരു സെല്ലും തമ്മിൽ കണക്ട് ചെയ്യാനുള്ളതാണ് പ്ലാസ്മോഡെസ്മാറ്റ ഉണ്ടോ. അപ്പോൾ ഈ പ്ലാസ്മോഡെസ്മാറ്റ വഴി എന്ത് ചെയ്യാം, സെല്ലിൻ്റെ അകത്തേക്ക് കടക്കാം. മൂന്നാമത്തേതായിട്ട് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, ഒരു സെല്ല് വേറൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും, അതുവഴി എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ 3 രീതികളാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കണേ. 3 രീതികളാണ്. ഏതൊക്കെയാ? ഒന്ന് നമ്മുടെ ത്രൂ സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്, പിന്നെ ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷനായ പ്ലാസ്മോഡെസ്മാറ്റ, പിന്നെ ഫ്രം സെൽ ടു സെൽ ഇൻ്ററാക്ഷൻ. ഓക്കെ, ഒന്ന് കോശഭിത്തിയിലൂടെയും കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും, രണ്ടാമത്തത് പ്ലാസ്മോഡെസ്മാറ്റ എന്ന കോശദ്രവ്യ പാത വഴി, മൂന്നാമത്തത് ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ, സെൽ മെംബ്രെയിനിലൂടെ സെൽ ടു സെൽ ഇൻ്ററാക്ഷൻ വഴി. റെഡി? അപ്പോൾ എങ്ങനെയാണ് ഈ പുറമേയുള്ള ഫുഡ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലായില്ലേ? റെഡി? അപ്പോൾ ഇവർ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ സെൽ മെംബ്രെയിൻ കടക്കണം. അമീബയിലാണെങ്കിലും സെൽ മെംബ്രെയിൻ കടക്കണം, ആനിമൽ സെല്ല് ജന്തുകോശത്തിലാണെങ്കിലും സെൽ മെംബ്രെയിൻ കടക്കണം, പ്ലാന്റ് സെല്ലിലാണെങ്കിലും സെൽ മെംബ്രെയിൻ കടക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സെൽ മെംബ്രെയിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സെൽ മെംബ്രെയിന് നമ്മൾ പല പേരുകൾ കേട്ടു അല്ലേ. സെൽ മെംബ്രെയിൻ തന്നെയാണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ. കോശസ്തരം എന്ന് പറഞ്ഞാലും പ്ലാസ്മ സ്തരം എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ കോശസ്തരം നമുക്ക് മനസ്സിലായി, കോശത്തിനെ കവർ ചെയ്യുന്നതുകൊണ്ട് കോശസ്തരം. എന്താ ഈ പ്ലാസ്മ സ്തരം? അതായത് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്ലൂയിഡ് ഇല്ലേ മക്കളെ, ഇതാണ് നമ്മുടെ സൈറ്റോപ്ലാസം അല്ലേ. സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം, ഇതിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിൻ്റെ മറ്റൊരു പേരാണ് പ്ലാസ്മ. അപ്പോൾ പ്ലാസ്മേനെ കവർ ചെയ്യുന്ന സ്ഥലം പ്ലാസ്മ സ്ഥലം. സിമ്പിൾ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കോശസ്തരത്തിന് നമ്മൾ പ്ലാസ്മ സ്തരം എന്ന് പറയുന്നത്. പിന്നെ ഈ പ്ലാസ്മ സ്തരത്തിൻ്റെ സ്ട്രക്ചർ മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്ലാസ്മ സ്തരം മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് 2 മോളിക്യൂൾസ് കൊണ്ടാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലിപ്പിഡ്. ഓക്കെ, രണ്ടാമത്തതാണ് പ്രോട്ടീൻ. ഈ 2 സാധനങ്ങളാണ് പ്ലാസ്മ സ്തരത്തിൻ്റെ മെയിൻ ഘടകം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെല്ലെന്ന് കരുതാം, ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാവോ, ഒരു ലെയർ അല്ല 2 ലെയർ ഉണ്ട്. ഇതാണ് ഒരു ലിപ്പിഡ് മോളിക്യൂൾ. ഇതാണ് ഒരു ലിപ്പിഡ് മോളിക്യൂൾ. ഈ ലിപ്പിഡ് മോളിക്യൂൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ വരിയായിട്ട് നിൽക്കും.
അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ലെയർ അല്ലേ, അല്ല 2 ലെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ലെയറായി, പക്ഷെ ഇവർ 2 ലെയറായിട്ടാണ് നിൽക്കുക. അപ്പം ഇങ്ങനെ ഒരു ലെയറും ഉണ്ടാവും, ഇങ്ങനെ ഒരു ലെയറും കൂടി ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ ആരുണ്ടാവുക, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവുക. സോ ഇതിനെയാണ് നമ്മൾ പറയുക ലിപ്പിഡ് ബൈ ലെയർ. 2 ലെയർ ഇല്ലേ, ലിപ്പിഡ് ബൈ ലെയർ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ആരെ കാണാം, കുറച്ച് പ്രോട്ടീൻസും ഉണ്ട്, കുറച്ച് പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് പ്രോട്ടീൻ ഉണ്ടാവും, ഇങ്ങനെ കുറച്ച് പ്രോട്ടീൻ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെയും കാണാം. ചിലപ്പോൾ പ്രോട്ടീൻ്റെ മുകളിലായിരിക്കും, ചിലപ്പോൾ ലിപ്പിഡിൻ്റെ മുകളിലൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റും കാണാം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കൊളസ്ട്രോൾ മോളിക്യൂൾസും ഉണ്ട്. കൊളസ്ട്രോൾ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വലിയ ക്ലാസ്സിൽ പഠിക്കും. ജസ്റ്റ് ഇപ്പം ഇത്രയും മനസ്സിലാക്കാൻ കണ്ടോ, ഒരു ലെയർ, രണ്ടാമത്തെ ലെയർ, അങ്ങനെ ലിപ്പിഡ് ബൈ ലെയർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഈ സാധനമാണ് കൊളസ്ട്രോൾ. ഇത് നമ്മുടെ ലിപ്പിഡ് മോളിക്യൂൾസിനെ ഇങ്ങനെ ഒട്ടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് കൊളസ്ട്രോൾ. പിന്നെ ഇതവിടെ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റും കാണാം, ലിപ്പിഡിൻ്റെ മുകളിലും കാണാം, പ്രോട്ടീൻ്റെ മുകളിലും കാണാം. ഇതാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു ഏകദേശ സ്ട്രക്ചർ. ഇതേ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ സെല്ലിൻ്റെ ബിറ്റ്വീനിലുള്ള സ്പേസാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അഥവാ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഇവിടെ നമ്മുടെ ലിപ്പിഡ് ബൈ ലെയർ നോക്കിക്കേ, ഒരു ലെയർ, അടുത്ത ലെയർ. ഇവിടെ നമുക്ക് പ്രോട്ടീൻ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രോട്ടീനും ഇങ്ങനത്തെ പ്രോട്ടീൻസും ഉണ്ട്. ഇവിടെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൊളസ്ട്രോൾ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ സെൽ മെംബ്രെയിനിലൂടെയുള്ള പല തരത്തിലുള്ള ട്രാൻസ്പോർട്ടുകളാണ്. ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം മിസ് നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ പോകും. ഇത് മിസ് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. ഓക്കെ, മിസ് ഓരോ എക്സാമ്പിളും കൂടെ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഓസ്മോസിസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഇത് കേട്ടോ, പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവരെയും കടത്തിവിടില്ല, ചില ആൾക്കാരെ മാത്രമേ കടത്തിവിടുള്ളൂ, അതാണ് സെമി പെർമിയബിൾ. ഓക്കെ, ഇനി ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ നമുക്ക് ഓസ്മോസിസ് നടക്കാൻ അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഒരു ഒരു മാങ്ങ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, ചുളുങ്ങി വരും അല്ലേ, ചുളുങ്ങി വരും. അതേപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വീർത്ത് വരും. ഈ 2 കാര്യങ്ങൾ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഉപ്പ് മാങ്ങയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരിയുടെയും. ഇതിന് കാര്യം എന്താ, നമ്മൾ ആദ്യം ഒരു ഫ്രഷ് മാംഗോ പീസ് എടുത്തു, ഇതൊരു ഫ്രഷ് മാംഗോ പീസാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രഷ് മാംഗോനെ തന്നെ വരച്ച് കളയാം. ഇതാണ് നമ്മുടെ ഫ്രഷ് മാംഗോ. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഉപ്പുവെള്ളത്തിലാണ് ഇട്ടത്. അപ്പോൾ ഫ്രഷ് മാംഗോൻ്റെ അകത്ത് എന്തായാലും എന്തുണ്ടാവും, നല്ല പച്ച മാങ്ങയുടെ അകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. പക്ഷേ ഇതിനാണ് നമ്മൾ ഇട്ടത് ഉപ്പുവെള്ളത്തിലാണ്, സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ ഇട്ടപ്പോൾ എന്താ സംഭവിച്ചത്, മാങ്ങേനെ എടുത്തു നേരെ ഉപ്പുവെള്ളത്തിലിട്ടു. അപ്പോൾ ഇതിനകത്ത് എന്താ കൂടുതൽ, ഇതിനകത്ത് സോൾട്ടാണ് കൂടുതൽ, വെള്ളമില്ല. പക്ഷേ ഇതിനകത്താണെങ്കിലോ വെള്ളമാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കുവാണ്, ഒരു പാവമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ഞാൻ എവിടെയാണോ, അയ്യോ പാവം അവിടെ ഇല്ലല്ലോ എന്ന് കരുതി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നോക്കുമ്പം ഇവിടെ വെള്ളം കൂടുതലും ഇവിടെ സോൾട്ടാണ് കൂടുതൽ, അവിടെ വെള്ളം ഇല്ല. അപ്പോൾ നമ്മുടെ ഫ്രഷ് മാംഗോ പീസിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചാടും. അപ്പം അങ്ങനെയാണ് നമ്മുടെ മാംഗോ ചുളുങ്ങി വരുന്നത്. അപ്പോൾ വാട്ടർ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, എവിടെ നിന്ന്, വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. എപ്പോഴും വെള്ളം അങ്ങനെയാണ് മൂവ് ചെയ്യുക. ഇനി വേറൊരാളെ മിസ് കാണിച്ചു തരാം. നമ്മുടെ ഉണക്കമുന്തിരി ചുളുങ്ങിയിരിക്കുകയാണല്ലേ, ചുളുങ്ങിയിരിക്കുകയാണ്. ഈ ഉണക്കമുന്തിരിയുടെ നമ്മൾ കുറച്ച് ഫ്രഷ് വാട്ടർ, ശുദ്ധജലത്തിലിട്ടു. ഫ്രഷ് വാട്ടറിലിട്ട സമയത്ത് എന്താ സംഭവിച്ചത്, ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ പേര് തന്നെ നോക്കിക്കേ, ഉണക്കമുന്തിരി, ഡ്രൈ റേസിൻസ് ആണ്. അപ്പോൾ ഇതിനെ ഇട്ടപ്പോൾ ഇതിൻ്റെ അകത്ത് തീരെ വെള്ളം ഇല്ലല്ലോ, അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇവരിങ്ങനെ വീർത്ത് ബോൾ പോലെയാവും. അപ്പോൾ വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാം. അതായത് ഇത് പ്രധാനമായിട്ടും വാട്ടർ മോളിക്യൂളാണ് ഇങ്ങനെ മൂവ് ചെയ്യുക കേട്ടോ, വാട്ടർ മോളിക്യൂൾ.
കുറച്ചുകൂടി വലുതാക്കട്ടെ. ഓക്കെ, ഇതാ വാട്ടർ മോളിക്യൂളാണ് മൂവ് ചെയ്യാം. എവിടുന്ന് എങ്ങോട്ടേക്ക്? വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്. ഓക്കെ, ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. അതിന് അവർക്കൊരു സെമി പെർമിബിൾ മെംബ്രെയിൻ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാം. സിമ്പിൾ. ഓക്കെ, ഇനി വേറൊരു സംഭവം, വേറൊരു എക്സാമ്പിൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അറിയുന്നതാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഞാനൊരു പെർഫ്യൂം സ്പ്രേ ചെയ്യുകയാണ്. ഇപ്പോൾ മിസ് ആദ്യം ഇവിടെയല്ലേ സ്പ്രേ ചെയ്തത്, കുറച്ച് കഴിയുമ്പം ഈ ഒരു ഹോള് മുഴുവൻ എന്താവും? ആ സ്മെല്ല് സ്പ്രെഡാവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ ആദ്യം കത്തിച്ച ഭാഗത്ത് മാത്രമായിരിക്കും സ്മെല്ല്, പിന്നെ അതിങ്ങനെ സ്പ്രെഡാവും. അതിന് കാരണം എന്താ? അതിന് കാരണം ഏതൊരു മോളിക്യൂൾസ്, ഗ്യാസ് മോളിക്യൂൾസ്, അത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിന് പുറത്താണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മെംബ്രെയിൻ ഒന്നും വേണ്ട. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു മെംബ്രെയിൻ വേണം. അങ്ങനെ മോളിക്യൂൾസ്, മെയിനായിട്ട് ഗ്യാസ് മോളിക്യൂൾസ്, അതിൻ്റെ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ നമുക്ക് പറയാം ഓക്സിജൻ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓക്സിജൻ്റെയാണ് എക്സാമ്പിൾ പറഞ്ഞത്. അത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പറയുക ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ. അപ്പം വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം ദിയർ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനെ നമ്മൾ പറയും ഓസ്മോസിസ്. ഗ്യാസ് മോളിക്യൂൾസ് അവർ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ പറയും ഡിഫ്യൂഷൻ. നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് മാത്രമല്ല, മിസ് അതിനൊരു എക്സാമ്പിൾ ഇതാ. ഇപ്പം നമ്മുടെ വെള്ളം, ഇപ്പം ഇവിടെ ഈ ഒരു ശുദ്ധജലം എടുക്കാം. ഇപ്പം ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? കുറച്ച് ഇങ്ക് ഇറ്റിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഇങ്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡാവും അല്ലേ? അതും ഡിഫ്യൂഷനാണ്. റെഡി? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇപ്പം നമ്മൾ പറഞ്ഞു കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. പക്ഷേ ചില മോളിക്യൂൾസിന്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്ലൂക്കോസ്, ഈ ഗ്ലൂക്കോസ് പോലത്തെ മോളിക്യൂൾസിനെ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ കടത്തിവിടില്ല. പ്ലാസ്മ മെംബ്രെയിൻ പറയും നീ ഏതാ, നിന്നെ ഇതിലൂടെ ഞാൻ കടത്തിവിടാൻ സമ്മതിക്കില്ല. കാരണം എന്താ? പ്ലാസ്മ മെംബ്രെയിൻ സെമി പെർമിബിൾ, എല്ലാവരെയും കടത്തിവിടൂല. ഓക്കെ, പക്ഷേ ഗ്ലൂക്കോസിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കടന്നേ പറ്റുള്ളൂ. കാരണം ഗ്ലൂക്കോസ് ഇവിടെ കുറവാണ്, ഇവിടെ ലോ ആണ്, ഇവിടെ ഹൈ ആണ്. അപ്പം എങ്ങനെയെങ്കിലും ഉള്ളിൽ കടന്നേ പറ്റുള്ളൂ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിനോട് പറയും ഞാനൊന്ന് പോയിക്കോട്ടെ. പ്ലാസ്മ മെംബ്രെയിൻ പറയും പറ്റൂല. അപ്പോഴാണ് നമ്മൾ രക്ഷകനായിട്ട് ഇവിടെ ഒരാൾ വരും, അതാണ് പ്രോട്ടീൻ. അപ്പോൾ ചില പ്രോട്ടീനുകളുണ്ട്, അവരെന്ത് ചെയ്യും? ഇവർക്കുള്ളൊരു ചാനലായിട്ട് പ്രവർത്തിക്കും. ഇവർക്കുള്ളിലേക്ക് വരാനുള്ളൊരു ചാനലായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ ഈ മോളിക്യൂൾസിന് നേരെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരാം. അപ്പോൾ ഒരു വഴി പോലെ ഉള്ളതാണ് ചാനൽ പ്രോട്ടീൻ. ചില പ്രോട്ടീനുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഷേപ്പ് മാറാൻ പറ്റും. ഇതാണ് ഒരു പ്രോട്ടീൻ എന്ന് കരുതാം. അപ്പോൾ ഈ മോളിക്യൂൾ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ മോളിക്യൂൾ വന്ന് ഗ്ലൂക്കോസ് വന്ന് ഇവിടെ ബൈൻഡ് ചെയ്യും. ഇത് ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് വീണ്ടും മാറും. ഉള്ളിലേക്ക് കടത്തി വിടുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പ് മാറിയിട്ട് ഇത് ഇങ്ങനെയാവും. ഈ പ്രോട്ടീൻ്റെ ഷേപ്പ് ഇങ്ങനെയാവും. കാരണം ഇത് ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യണ്ടേ. ഇങ്ങനെ ഷേപ്പ് മാറുന്ന, ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെയാണ് ഈ ഓപ്പണിങ്. ഇത് ഇങ്ങോട്ടേക്ക് കടത്തി വിടുമ്പോൾ ഇത് ഇങ്ങനെയായി. ഈ ഷേപ്പ് മാറുന്ന പ്രോട്ടീനെയാണ് നമ്മൾ പറയുക കാരിയർ പ്രോട്ടീൻ. ഓക്കെ, ഷേപ്പ് മാറാത്ത പ്രോട്ടീൻ, അതായത് ജസ്റ്റ് ഒരു വഴി, ഞാൻ നിങ്ങൾക്കൊരു വഴി മാത്രമേ തുറന്നു തരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു വഴി, ഇത്രേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ വഴിയിലൂടെ പോവാം. ഇതിനെയാണ് നമ്മൾ പറയുക ചാനൽ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി ഡിഫ്യൂഷൻ തന്നെയല്ലേ നടന്നത്? ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് പോയി. ഡിഫ്യൂഷൻ തന്നെയാണ്, പക്ഷെ ഒരു പ്രോട്ടീൻ ഇവരെ സഹായിച്ചു. അപ്പോൾ നമ്മൾ അതിനെ പറയും ഫെസിലിറ്റേഷൻ ചെയ്തു. ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക. അപ്പോൾ ഒരു പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി നടന്ന ഡിഫ്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്ത് പറയും മക്കളെ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ഇനി ഇതിലൊന്നും പെടാത്തൊരാളുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക്, കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്. പക്ഷെ ഇനി അടുത്ത് പറയാൻ പോകുന്ന ആള് നേരെ തിരിച്ചാ. ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷൻ. സെല്ലിൻ്റെ ഉള്ളിൽ ഇവരുടെ അളവ് കുറേ ഉണ്ട്. ഓക്കെ, എന്നാൽ ഇവർക്കുള്ളിലേക്ക് വരണം.
റെഡി? അപ്പോൾ അതും ഇതുപോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ സമ്മതിക്കില്ല. അപ്പോൾ ആരുടെ സഹായം വേണം? നമ്മുടെ പ്രോട്ടീൻ്റെ സഹായം വേണം. അപ്പോൾ ഇവിടെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇതെന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. ലോയിൽ നിന്ന് ഹൈയിലേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ പറയാറില്ലേ ഒഴുക്കിൻ്റെ കൂടെ ഇങ്ങനെ പോകാൻ സിമ്പിളാണ്, പക്ഷേ ഒഴുക്കിനെതിരെ നീന്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഇത് ഒഴുക്കിനെതിരെയാണ്. അപ്പോൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കോളും. പക്ഷേ ഇത് ഒഴുക്കിനെതിരെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എനർജി വേണം. നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള മോളിക്യൂളാണ് ATP. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മിസ് എന്താണ് ഈ ATP? ATP എന്ന് പറഞ്ഞാൽ മക്കൾ നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാകുമ്പോൾ നമ്മളത് ഗോൾഡാക്കി വെക്കും അല്ലേ? ആ പൈസേനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ കുറേ എനർജി ഉണ്ടാകുമ്പം നമ്മളതൊരു കെമിക്കൽ മോളിക്യൂളാക്കി മാറ്റും. അതാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ATP ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ ഈ ഒരു മോളിക്യൂൾ ഉള്ളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോട്ടീനും ഉണ്ട് ATP ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുക ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലേ? നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ആക്റ്റീവ് ആയിരിക്കാൻ എനർജി വേണം അല്ലേ? അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമ്മുടെ ചില അയോൺസ് ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കാണിച്ച് തന്നിരിക്കുന്ന ഡയഗ്രാംസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു റിയോ ലീഫ് അല്ലെങ്കിൽ ഒരു ചീരയുടെ ഇല എടുത്തിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ചീരയുടെ ഇലേനെ നമ്മൾ ആദ്യം ഒരു ശുദ്ധവെള്ളത്തിലിടാം, ശുദ്ധജലത്തിലിടാം, ഒരു ഉപ്പുവെള്ളത്തിലിടാം. ശുദ്ധവെള്ളമല്ല, ശുദ്ധജലം അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലിട്ടത് എന്താ സംഭവിക്കുക? ചീരയുടെ ഇലേൻ്റെ അകത്ത് അല്ലെങ്കിൽ റിയോ ലീഫിൻ്റെ അകത്ത് കുറേ അയോൺസ് ഉണ്ടാവും, പക്ഷേ വെള്ളത്തിൻ്റെ അകത്ത് പ്യുവർ വെള്ളമാണ്. അപ്പോൾ എന്ത് ചെയ്യും? വെള്ളം ഉള്ളിലേക്ക് കയറും. അങ്ങനെ വെള്ളം ഉള്ളിലേക്ക് കയറിയപ്പം ഈ ലീഫ് കുറച്ചുകൂടി വീർക്കും, സ്വെല്ല് ചെയ്യും, സ്വെല്ലിങ് ഉണ്ടാവും. ശുദ്ധജലത്തിലിട്ടപ്പോഴാണ് ഇങ്ങനെ സ്വെല്ല് ചെയ്തത്, വീർത്തു. പക്ഷെ ഉപ്പുവെള്ളത്തിലിട്ടതിന് എന്താ സംഭവിച്ചത്? ഉപ്പുവെള്ളത്തിലിട്ട സമയത്ത് ഈ ലീഫിനേക്കാൾ കൂടുതൽ സോൾട്ട് പുറത്തുണ്ട്. അപ്പോൾ ലീഫിൽ നിന്ന് വെള്ളം മുഴുവൻ പുറത്തു പോകും. അപ്പോൾ ആ ലീഫിനകത്തുള്ള സാധനങ്ങൾ, ആ സെല്ല് ഡ്രൈ ആവും. സെല്ല് ഡ്രൈ ആയിട്ട് ഇത് സെൽ വോളാണ്. സെൽ വോളിൽ നിന്ന് വിട്ട് ആ ഒരു പ്ലാസ്മ മെംബ്രെയിനുള്ള സാധനത്തിന് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്നല്ലേ പറയുക? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? സെൽ വോൾ മാറ്റിയാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പോൾ ആ പ്രോട്ടോപ്ലാസ്റ്റ് കോശഭിത്തിയിൽ നിന്ന് അടർന്ന് വരുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് സോൾട്ട് വാട്ടറിലിട്ട സമയത്താണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നോട്ട് ഇവിടെ മെസ്സ് വെച്ചിട്ടുണ്ട്. ഇതാ ഇനി നോക്കിക്കുക, ഇവിടെ 2 സ്ഥലത്തും നമ്മൾ കണ്ടത് വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഫ്രം ദെയർ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അല്ലേ? ഇതാ ഈ കളർ, ഈ പർപ്പിൾ കളർ കാണിച്ചിരിക്കുന്ന വാട്ടർ മോളിക്യൂളാണ്, ഇത് സോൾട്ടാണ്. അപ്പോൾ ആദ്യം നോക്കിക്കേ, ഇവിടെ സോൾട്ടിൻ്റെ എണ്ണം കൂടുതലാണ്. 1 2 3 4 5 6 7 8 9 സോൾട്ട് ഉണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. ഇതാണ് ഓസ്മോസിസ്. ഓക്കെ, സോ ദാ water molecules. Osmosis is the movement of water molecule from its higher concentration to lower concentration through semi-permeable membrane. അർദ്ധധാരി സ്ഥലത്തിലൂടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത നോക്കിക്കേ, ഗ്യാസ് മോളിക്യൂൾസ്. ഇത് നിങ്ങൾ പറ, ഏതാ? കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ഡിഫ്യൂഷൻ. Okay, so diffusion is the movement of molecule from higher concentration to lower concentration. തന്മാത്രകൾ സാന്ദ്രത കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളതിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ നമ്മുടെ പുറത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ മെംബ്രെയിൻ ഒന്നും വേണ്ട, കാരണം പെർഫ്യൂം സ്പ്രേ ചെയ്യണത്, ചന്ദനത്തിരി വെക്കുന്നതൊക്കെ അതിന് എക്സാമ്പിളാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെംബ്രെയിൻ വേണം. ഓക്കെ, ഇനി ഇതാ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ ഉണ്ട് അല്ലേ? ഷേപ്പ് മാറുന്ന പ്രോട്ടീൻ കാരിയർ പ്രോട്ടീൻ, ഷേപ്പ് മാറാത്ത പ്രോട്ടീൻ ചാനൽ പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി നടക്കുന്നത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഒക്കെ നോക്കിയാൽ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി നടക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. 2 പ്രോട്ടീൻ, കാരിയർ പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും. Okay, so a process that does not require energy and takes place with the help of protein. പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി നടക്കുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി ഇതാ ലവണങ്ങളുടേത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറവാണ് ഗാഢത, ഇവിടെ ഗാഢത കൂടുതലാണ് അല്ലേ? അപ്പോൾ ഒരു പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി, എനർജിയുടെ സഹായത്തോടു കൂടി ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Okay, an energy requiring process that takes place with the help of carrier protein in the plasma membrane. Okay, അതിൻ്റെ കുറച്ച് വീഡിയോസ് മിസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓസ്മോസിസ് ആണ്. വെള്ളം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കണ്ടോ, ഇവിടെ വെള്ളം എന്തായാലും സോൾട്ടാണ് കൂടുതൽ, അപ്പോൾ വെള്ളം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് വെള്ളം കുറവുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ഡിഫ്യൂഷൻ കാണാം. ഒന്ന് നോർമൽ ഡിഫ്യൂഷൻ, മറ്റേത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ എന്തുണ്ട്? ഒരു പ്രോട്ടീൻ ഉണ്ട്. രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഗാഢത കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്.
ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നോക്കിക്കല്ലേ, ഇത് കണ്ടോ ചാനൽ പ്രോട്ടീൻ ആണ് ഇത് കേട്ടോ. ഗാഢത കുറവുള്ള ഭാഗത്ത് നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്ക്, ഇത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഇത് ചാനൽ പ്രോട്ടീൻ ഉണ്ടോ, ഒരു വഴി മാത്രം. ഇതാണെങ്കിൽ നമ്മുടെ കരിയർ പ്രോട്ടീൻ ആണ്, ഷേപ്പ് മാറുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇവിടെ നമുക്ക് എനർജി വേണം കണ്ടോ, കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്കാണ് അവർ പോകുന്നത്. നോക്കിക്കേ, മുകളിലല്ലേ കൂടുതലുള്ളത്, താഴെ കുറവല്ലേ, പക്ഷെ എന്നാലും അവരെന്ത് ചെയ്യും, എനർജി ഉപയോഗിച്ച് പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ സ്ഥലത്തേക്ക് പോകും. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പല തരത്തിലുള്ള ട്രാൻസ്പോർട്ട്. ഇതിൻ്റെ മക്കൾ എങ്ങനെ ചോദിച്ചാലും എഴുതി കൊടുക്കൂലേ, സെറ്റല്ലേ, അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഇത് മിസ് നിങ്ങൾക്ക് ഒരു നല്ല അടിപൊളി കഥ പറഞ്ഞുതരാം. ഒരു കഥ കേൾക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്കിത് സെറ്റാക്കി പഠിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കറിയാം, പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അതിന് നമുക്ക് സൺലൈറ്റ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വെള്ളം വേണം. ഈ സൺലൈറ്റിനെ ആഗിരണം ചെയ്യാൻ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു വർണ്ണകം വേണം. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ക്ലോറോഫിൽ നമ്മൾ ക്ലോറോഫിൽ പഠിച്ചു, പിന്നെ ക്രോമോപ്ലാസ്റ്റ് പഠിച്ചു, ഓർമ്മയില്ലേ സെല്ലിൻ്റെ ചാപ്റ്ററിൽ. അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന ഒരു വർണ്ണകമാണ്. അപ്പോൾ ഇത് എവിടെയാണ് കാണുന്നത് നമ്മൾ അറിയണം അല്ലേ. അപ്പോൾ നമ്മുടെ ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇലകൾ നമ്മളിങ്ങനെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഉപരിവൃതി, അപ്പർ ഉപരിവൃതി, ലോവർ ഉപരിവൃതി, അപ്പർ എപ്പിഡേമസ്, ലോവർ എപ്പിഡേമസ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണുന്ന ഈ കോശങ്ങൾ ഈ കോശങ്ങളെയാണ് നമ്മൾ പറയുക മീസോഫിൽ സെൽ അല്ലെങ്കിൽ മീസോഫിൽ കോശങ്ങൾ കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ ഷേപ്പിലും വട്ടത്തിലുള്ള ഷേപ്പിലൊക്കെ കാണാം മീസോഫിൽ സെൽ. അപ്പോൾ ഈ 2 ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ പച്ച കുത്തുകുത്തുകൾ കാണുന്നില്ലേ? അതിനെയാണ് നമ്മൾ പറയുക ക്ലോറോപ്ലാസ്റ്റ്. എന്തു പറയും? ഹരിത കണം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്താണ് ക്ലോറോഫിൽ ഉള്ളത്. അപ്പോൾ ആദ്യം ലീഫിൻ്റെ അകത്ത് മീസോഫിൽ സെല്ല്, മീസോഫിൽ സെല്ലിൻ്റെ അകത്ത് ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്താണ് ക്ലോറോഫിൽ. അപ്പോൾ നമുക്ക് ആദ്യം ക്ലോറോഫില്ലിൻ്റെ ആ ഒരു ഘടന നോക്കാം. അപ്പോൾ അത് മിസ് സിമ്പിളായിട്ട് മിസ്സിൻ്റെ കൂടെ വരക്കാൻ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ മിസ്സിൻ്റെ കൂടെ വരച്ചോളൂ. പല ഷേപ്പിലുണ്ട് ക്ലോറോപ്ലാസ്റ്റ്. മിസ്സിന് ഓവൽ ഷേപ്പാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓവൽ ഷേപ്പാണ് വരയ്ക്കുക. അപ്പോൾ ഇതിനൊരു 2 മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, 2 മെംബ്രെയിൻ ഉണ്ട്. ഒന്ന് ഔട്ടർ മെംബ്രെയിൻ, പുറമേയുള്ള സ്ഥലം, പിന്നെ ഇന്നർ മെംബ്രെയിൻ, ഉള്ളിലുള്ള ഒരു സ്ഥലം. ഓക്കെ, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കോഴിക്കോട് ഭാഗത്തൊക്കെയുള്ളൊരു പലഹാരമാണ് ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ കുറേ പത്തിരികൾ ഇങ്ങനെ അടുക്കി വെക്കും, അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതേപോലെ, അല്ലെങ്കിൽ നിങ്ങൾ 5 രൂപ കോയിൻ ആലോചിക്കാം. 5 രൂപയുടെ ഒരു കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് തടിയുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ അടുക്കി വെച്ച് ഒരു അട്ടി പോലെ ആക്കില്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ ഒരു നേർത്ത മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിൻ്റെ പേരാണ് തൈലക്കോയിഡ്. ഓക്കെ, ഈ തൈലക്കോയിഡ് മെംബ്രെയിൻ ഒറ്റൊന്നായിട്ടല്ല കാണുന്നത്. ഇതിങ്ങനെ നമ്മുടെ 5 രൂപ കോയിൻ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ഒന്നിന് മുകളിൽ മറ്റൊന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇങ്ങനെ ഒരു അടുക്ക് കിട്ടൂലേ. അപ്പം 5 രൂപ കോയിൻസിനെ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അട്ടി കിട്ടും അല്ലേ. ഇങ്ങനെ കോയിൻസിനെ ഇങ്ങനെ അടുക്കി വെച്ചാൽ കിട്ടുന്ന പോലെ തൈലക്കോയിഡിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്കിവിടെ ഒരു അട്ടി കിട്ടും. ഇതിനെയാണ് നമ്മൾ പറയുക ഗ്രാന. അപ്പോൾ ഈ തൈലക്കോയിഡിൻ്റെ അകത്താണ് ക്ലോറോഫിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഗ്രാനയുടെ അകത്ത് ഫുൾ ക്ലോറോഫിൽ അല്ലേ, കാരണം തൈലക്കോയിഡ് അടുക്കി വെച്ചിരിക്കുന്നതല്ലേ ഗ്രാന. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്താണ് നമുക്ക് ക്ലോറോഫിൽ കാണുന്നത്. ഇനി ഇവിടെയുള്ള ഒരു സ്പേസ് അല്ലേ, ഇവിടെ ഫുൾ എൻസൈമുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ സെല്ലിൻ്റെ അകം സൈറ്റോപ്ലാസം എന്ന് പറയുന്ന പോലെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിനെയാണ് നമ്മൾ പറയുക സ്ട്രോമ. ഈ 2 വാക്കുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ. സ്ട്രോമ, ഗ്രാന നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഈ ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ബ്രിഡ്ജുകളുണ്ട്. ഓക്കെ, ഈ ബ്രിഡ്ജിനെയാണ് നമ്മൾ പറയുക സ്ട്രോമ ലാമെല്ലേ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ. അപ്പോൾ സ്ട്രോമയിൽ കാണുന്ന മെംബ്രെയിനാണ് സ്ട്രോമ ലാമെല്ലേ. ഓക്കെ, 2 ആൾക്കാരെ കണക്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയോ? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന് ഒരു ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, അതിൻ്റെ അകത്ത് ഇങ്ങനെ മെംബ്രെയിൻസ് ഉണ്ട്. അതിനെ തൈലക്കോയിഡ് എന്ന് പറയും. തൈലക്കോയിഡിൻ്റെ ഒരു അട്ടീനെയാണ് നമ്മൾ എന്ത് പറയണത്?
തൈലക്കോയിഡിൻ്റെ ഒരു അട്ടീനെ നമ്മൾ ഗ്രാന എന്ന് പറയും. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ സ്ട്രോമ ലാമെല്ലേ, ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ആണ് സ്ട്രോമ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ മിസ് കാണിച്ചു തരാം. ഇത് അപ്പർ ഉപരിവൃതി, ലോവർ ഉപരിവൃതി. അതിൻ്റെ ഇടയിൽ നമുക്ക് മീസോഫിൽ കോശങ്ങളുണ്ട്. ഈ മീസോഫിൽ കോശങ്ങളുടെ അകത്താണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിനെ നോക്കിക്കേ, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൈലക്കോയിഡ്, ഓരോ മെംബ്രെയിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഒരു അട്ടി ഇത് തൈലക്കോയിഡ്, ഒറ്റൊന്ന് കാണിച്ചാണ്ടോ, ഒറ്റൊന്ന് തൈലക്കോയിഡ്. ഇതിൻ്റെ ഒരു അട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാന. ഗ്രാന എന്ന് പറഞ്ഞാൽ സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ്, തൈലക്കോയിഡുകളുടെ അടുക്കാണ്. അവിടെയാണ് നമ്മുടെ ക്ലോറോഫിൽ കാണുന്നത്. ഇനി നമുക്കിതാ സ്ട്രോമ എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡാണ്, ദ്രാവക ഭാഗം. അതിൻ്റെ അകത്ത് നമുക്ക് സ്ട്രോമ ലാമെല്ലേ കാണാം, തൈലക്കോയിഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് നമ്മുടെ ഇലകളിലെ ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോപ്ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഗ്രാനയും ഉണ്ട്, സ്ട്രോമയും ഉണ്ട്. സ്ട്രോമ എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ദ്രാവക ഭാഗം. ഗ്രാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അടുക്ക്, അതിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഗ്രാനയിൽ വെച്ചിട്ടാണ് നമ്മുടെ ലൈറ്റ് ഫേസ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം അല്ലെ ഫോട്ടോസിന്തസിസിന് 2 ഘട്ടങ്ങളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഘട്ടമാണ് പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് ഫേസ്, ഫസ്റ്റ് സ്റ്റേജാണ്. രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് ഫേസ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇത് രാത്രിയാണ് നടക്കുന്നതെന്ന്. അങ്ങനെയല്ല, രണ്ടും പകൽ സമയത്താണ്, പക്ഷേ 2 സ്റ്റേജായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറയില്ലേ ചിക്കൻ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചിക്കൻ വേവിക്കണം, പിന്നെയാണ് നമ്മൾ മസാലക്കൂട്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കറിയാക്കുക. അതുപോലെ 2 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടേതായി സാധനം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആരുണ്ട് മക്കളെ? ഇത് മിസ് ഒരു കഥ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരൊറ്റ കഥ മതി നിങ്ങൾക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ മനസ്സിലാവാൻ. അപ്പോൾ ഇവിടെ ആരുണ്ട്? നമ്മുടെ ഗ്രാനയുണ്ട് അല്ലേ, ഗ്രാന. അപ്പോൾ ഈ ഗ്രാനയിൽ വെച്ചിട്ടാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, ലൈറ്റ് ഫേസ് നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യങ്ങൾ ഇവിടെ നമുക്ക് എഴുതി വെക്കാം. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വെള്ളം വേണം, സൺലൈറ്റ് വേണം. അത് ക്ലോറോഫില്ലാണ് എന്ത് ചെയ്യണത്, ഗ്ലൂക്കോസും ഓക്സിജനും ആക്കി മാറ്റുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ലൈറ്റ് ഫേസിൽ നമ്മൾ ആദ്യം നടക്കാൻ പോകുന്നതാണ് ലൈറ്റ് ഫേസ്. അപ്പോൾ ലൈറ്റ് ഫേസിൽ നമുക്കിവിടെ ആവശ്യമുള്ളത് വെള്ളമാണ്. ഓക്കെ, അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിനൊരു കപ്പിൾ, ഒരു പെയറാക്കി എടുക്കാം. ഒരു ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ആര് വരുന്നു, നമ്മുടെ ലൈറ്റ് കടന്നു വരുന്നു. നമ്മൾ പറയില്ല ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാൻ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നാൽ മതി. ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ വന്നാലാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുക. അപ്പോൾ അതേപോലെ നമ്മുടെ വെള്ളം, ഹൈഡ്രജനും ഓക്സിജനും ഭാര്യയും ഭർത്താവുമാണ്, അവർ രണ്ടുപേരും കൂടി ചേർന്ന വെള്ളമായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് വന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് തകർക്കും. എന്നിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി ഇവരെ പിരിക്കും. ഡിവോഴ്സായി, ലൈറ്റാണ് ഇവരെ പിരിച്ചത്. അപ്പോൾ ഈ ഡിവോഴ്സായ സങ്കടം സഹിക്കാൻ വയ്യാതെ ഓക്സിജൻ വീട് വിട്ട് ഇറങ്ങും. അങ്ങനെ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോയി. അങ്ങനെയാണ് നമുക്ക് ഈ ഓക്സിജൻ കിട്ടുന്നത്. അപ്പോൾ ലൈറ്റ് ഫേസിലാണ് നമ്മുടെ ഓക്സിജൻ റിലീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, ഓഫ് എൻ്റെ ഓക്സിജൻ എന്നെ വിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് ഹൈഡ്രജൻ സ്വന്തം വീട്ടിലേക്ക് പോകും. സ്വന്തം വീടാണ് സ്ട്രോമ. ഹൈഡ്രജൻ എവിടേക്ക് പോകും, സ്വന്തം വീടായ സ്ട്രോമയിൽ പോയി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ സൺലൈറ്റിന് ആകെ സങ്കടമായി, കുറ്റബോധമായി. ഞാൻ കാരണം ഒരു കുടുംബബന്ധം തകർന്നല്ലോ, ഞാൻ ഇതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതെന്തായി, ATP മോളിക്യൂളായിട്ട് മാറി, കെമിക്കൽ എനർജിയായി. ആദ്യം എന്തായിരുന്നു, സൺലൈറ്റ് ആയിരുന്നു, സൂര്യപ്രകാശം എന്തായിട്ട് മാറും, കെമിക്കൽ എനർജി ആയിട്ടുള്ള ATP ആയി. ഞാൻ ഇനി ഒരിക്കലും സൺലൈറ്റ് ആവില്ല, സൺലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അവരുടെ ജീവിതം തകർത്തതെന്ന് പറഞ്ഞത് കെമിക്കൽ എനർജി ആയി. അപ്പോൾ ഇവിടെ ആരിയ്ക്കുകയാണ്, നമ്മുടെ സ്ട്രോമയിൽ ഇവിടെ ഹൈഡ്രജൻ അയോൺസ് ഉണ്ട്. ഇനി നമുക്ക് ഉപയോഗിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഉള്ളത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഹൈഡ്രജൻ്റെ ആരാണ്, കാമുകനല്ല, മുറച്ചെറുക്കനാണ്. പണ്ട് മുതലേ ഹൈഡ്രജനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രജൻ അയോൺസ് വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പറയും, എനിക്ക് നിന്നെ എപ്പോഴും ഇഷ്ടമാണ്, ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറയും. അപ്പോൾ ആണെങ്കിൽ ഇവിടെ ATP ഉണ്ട്, കെമിക്കൽ എനർജി അല്ല. ATP പറയും, അല്ല ഇവർക്ക് കല്യാണം നടത്താൻ പൈസ വേണ്ടേ. അപ്പോൾ അതുപോലെ ATP പറയും, ഞാൻ നടത്തി തരാം ഈ കല്യാണം, ഞാൻ കാരണമല്ലേ ഹൈഡ്രജൻ്റെ ജീവിതം കുളമായത്, ഞാൻ ഈ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞാൽ ATP എന്ത് ചെയ്യും, ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ ഒന്നിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും.
ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഫോർമേഷൻ എവിടെ വെച്ചിട്ടാണ് നടന്നത്? സ്ട്രോമയിൽ വെച്ചിട്ട്. ആരൊക്കെ ചേർന്നിട്ട്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും. അതിന് ആരുടെ സഹായം വേണം? ATP വേണം. ATP എങ്ങനെയാണ് ഫോം ചെയ്തത്? ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറിയതാണ്. ഈ ഹൈഡ്രജൻ എവിടെ നിന്ന് കിട്ടി? വാട്ടർ മോളിക്യൂളിലെ സൺലൈറ്റ് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആയി. ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോയി, അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഫോട്ടോസിന്തസിസ് നടന്നാൽ ഓക്സിജൻ കിട്ടുന്നെന്ന് പറയുന്നത് എവിടുന്നാന്ന് മനസ്സിലായില്ലേ? ഈ ഹൈഡ്രജനാണ് നമ്മൾ ഇരുണ്ട ഘട്ടത്തിൽ ഉപയോഗിച്ചത്. സിമ്പിൾ. ഗ്രാനയിലാണ് ലൈറ്റ് ഫേസ്. ഹൈഡ്രജൻ ആദ്യം വെള്ളം ബ്രേക്ക് ആയിട്ട് H+ഉം ഓക്സിജനാവും. ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് റിലീസാവും. ഹൈഡ്രജൻ സ്ട്രോമയിൽ പോകും. സൺലൈറ്റ് കെമിക്കൽ എനർജി ആയിട്ട് മാറും. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കാൽവിൻ സൈക്കിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇരുണ്ട ഘട്ടം, ആ ഡാർക്ക് ഫേസ് നമ്മൾ എന്താ പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ചേരുന്നു, ഗ്ലൂക്കോസ് ആവുന്നു. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞെങ്കിലും അതൊരു സിംഗിൾ സ്റ്റെപ്പ് അല്ല, അതിന് കുറേ റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷൻസ് എല്ലാം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കാൽവിൻ സൈക്കിൾ എന്നാണ് പറയുക. അദ്ദേഹത്തിന് ഈ ഒരു കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്രേ. ഓക്കെ, ഇനി നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ മനസ്സിലായി ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഗ്ലൂക്കോസ് അല്ലേ? ഗ്ലൂക്കോസാണ് നമുക്ക് കിട്ടുന്നത്, നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ഗ്ലൂക്കോസ് മാത്രമാണോ കിട്ടുന്നത്? ആണോ? അല്ലല്ലോ. പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? സ്റ്റാർച്ച് അല്ലേ? നമ്മുടെ അരിയിലൊക്കെ സ്റ്റാർച്ചാണുള്ളത്. പിന്നെ കരിമ്പിൻ്റെ അകത്ത് സൂക്രോസ് ഉണ്ട്. പഴങ്ങളുടെ അകത്ത് ഫ്രക്ടോസ് ഉണ്ട്. പിന്നെ നമ്മുടെ വിത്തുകളിൽ ഇപ്പോൾ കോക്കനട്ടിലാണെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ, സൺഫ്ലവറിൻ്റെ സീഡിൽ നിന്ന് സൺഫ്ലവർ ഓയിൽ, എള്ളിൽ നിന്ന് എള്ളെണ്ണ അല്ലേ? പിന്നെ നമുക്ക് പൾസസ് പയറുവർഗ്ഗങ്ങളിൽ നിന്ന് പ്രോട്ടീൻ, പിന്നെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നമുക്ക് വൈറ്റമിൻസ്. പക്ഷെ ഇതൊന്നും പ്ലാന്റ്സ് ഉണ്ടാക്കുന്നില്ല അല്ലേ? പക്ഷെ എങ്ങനെ ഇതൊക്കെ കിട്ടുന്നത്? നമുക്കിതെല്ലാം പ്ലാന്റ്സിൽ നിന്നല്ലേ കിട്ടുന്നത്. പക്ഷേ പ്ലാന്റ്സ് ഇതൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അതെങ്ങനെയായിരിക്കും മക്കളെ? എങ്ങനെയാണെന്നറിയാവോ? അതായത് നമ്മുടെ ഗ്ലൂക്കോസ് പ്ലാന്റ്സ് ഉണ്ടാക്കും. പക്ഷേ ഈ ഗ്ലൂക്കോസിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഈസിലി സോല്യൂബിൾ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്ലൂക്കോസ് പൊടി കഴിച്ചിട്ടുണ്ടോ? ഗ്ലൂക്കോസ് പൊടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വായയിലിട്ടാൽ തന്നെ അലിഞ്ഞു പോവും, വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലൂക്കോസിനെ നമുക്ക് ഇപ്പോൾ പ്ലാന്റ്സ് കുറേ ഫോട്ടോസിന്തസിസ് നടത്തി കുറേ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെന്ന് കരുതാം. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം പ്ലാന്റ്സിൻ്റെ അകത്ത് നിറയെ വെള്ളമല്ലേ, അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അപ്പം തന്നെ അലിഞ്ഞില്ലാണ്ടാവും. അപ്പം നമ്മൾ ഈ ഗ്ലൂക്കോസിനെ ഒരു ഇൻസോല്യൂബിൾ ഫോമാക്കി മാറ്റണം, അലിയാത്ത രൂപത്തിൽ മാറ്റണം. ആ അലിയാത്ത രൂപമാണ് നമ്മുടെ സ്റ്റാർച്ച്, അന്നജം. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്നു, പ്രകാശ സംശ്ലേഷണം നടന്നു, ഗ്ലൂക്കോസ് കിട്ടി. പക്ഷെ ഇത് അലിഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റാർച്ചാക്കി മാറ്റും. പിന്നെ ഇതിനെ അവിടെ തന്നെ വെച്ചാൽ പോരാ, ഇലകളിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഇലകൾക്ക് മാത്രം മതിയോ ഫുഡ്? എല്ലാ ഭാഗത്തേക്ക് എത്തിക്കണ്ടേ? അപ്പോൾ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ സൂക്രോസ് ആക്കി മാറ്റും. കാരണം ഫ്ലോയത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സൂക്രോസ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ സൂക്രോസ് ആക്കി മാറ്റിയതിന് ശേഷം ഓരോ സ്ഥലത്തെത്തുമ്പം അതിന് മെറ്റബോളിസം നടക്കും, എന്നിട്ട് അതിൻ്റെ രൂപമാറ്റം സംഭവിക്കും. അപ്പോൾ വിത്തുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഓയിലാക്കി മാറ്റും, നമ്മൾ പൾസസിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ പ്രോട്ടീൻ ആക്കും, പിന്നെ ഗ്ലൂക്കോസ് ആക്കി ചില സ്ഥലങ്ങളിൽ എടുത്തു വെക്കും, പിന്നെ കരിമ്പിലാണെങ്കിൽ സൂക്രോസ്, പഴങ്ങളിൽ ഫ്രക്ടോസ്, പിന്നെ വെജിറ്റബിൾസിലൊക്കെ ആണെങ്കിൽ വൈറ്റമിൻസ്, കിഴങ്ങ് വർഗ്ഗങ്ങളിലാണെങ്കിൽ സ്റ്റാർച്ച്. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പം അതിന് മെറ്റബോളിസം നടന്നിട്ടാണ് അതിന് രൂപമാറ്റം സംഭവിക്കുന്നത്. സിമ്പിൾ. ഇപ്പം എങ്ങനെയാണ് ഈ പല പല സാധനങ്ങൾ നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലായില്ലേ? റെഡി? അപ്പോൾ ഈ പ്ലാന്റ്സ് ഈ രീതിയിൽ ഫുഡ് ഉണ്ടാക്കും, നമ്മൾ പ്ലാന്റ്സിനെ കഴിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? സസ്യാഹാരികൾ എന്ന് പറയും അല്ലേ? ഹെർബിവോസ്, സസ്യാഹാരികൾ. ഓക്കെ, സസ്യബുക്കുകൾ. അപ്പോൾ സസ്യബുക്കുകൾ എന്ത് ചെയ്യും? അവരെ കഴിക്കും, നമ്മൾ അവരെ കഴിക്കും. സസ്യബുക്കുകളെ കഴിക്കുന്നവരാണ് കാർണിവോർസ് അഥവാ മാംസബുക്കുകൾ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നവർ ഓട്ടോട്രോഫ് അഥവാ ഉൽപാദകരാണ്. എവിടെ? സ്വപോഷികൾ അല്ലെങ്കിൽ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സാണ് ഉൽപാദകർ. അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അവരെ നമ്മൾ ഓട്ടോട്രോഫ് അഥവാ സ്വപോഷികൾ എന്ന് പറയും. അവരെ കഴിക്കുന്നവർ ഹെർബിവോസ് അഥവാ സസ്യബുക്കുകൾ, സസ്യബുക്കുകളെ കഴിക്കുന്നവർ മാംസബുക്കുകൾ. ഓക്കെ, അങ്ങനെയാണ് നമ്മളിലേക്ക് എന്ത് ചെയ്യണത്? ഫുഡ് എത്തുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്രയും നേരമായിട്ട് നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ പ്ലാന്റ്സ് മാത്രമാണോ ഇതുപോലെ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്? അല്ല. നമ്മളുടെ കടൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെപ്പോഴും പറയും സസ്യങ്ങൾ നമുക്ക് ഓക്സിജൻ തരുന്നു, സസ്യങ്ങൾ നമുക്ക് ഓക്സിജൻ തരുന്നു. പക്ഷേ നമ്മുടെ ഭൂമിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഒരു ഏകദേശം 70-80% ഓക്സിജനും നമുക്ക് തരുന്നത് കടലിലുള്ള ഉൽപാദകരാണ്.
നമ്മുടെ ഓഷ്യനിലുള്ള പ്രൊഡ്യൂസേഴ്സാണ് നമ്മുടെ ഭൂമിയിലെ ടോട്ടൽ ഉള്ളതിൽ 70-80% ഓക്സിജൻ തരുന്നത്. ബാക്കിയാണ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് പ്ലാങ്ക്ടൺസ്, സസ്യപ്ലവകങ്ങളുണ്ട്, പിന്നെ ആൽഗകളുണ്ട്. ഇവരാണ് നമ്മുടെ കടലിലുള്ള പ്രധാന ഉൽപ്പാദകർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ടോട്ടൽ ഭൂമിയിൽ ഏകദേശം 70-80% ഓക്സിജൻ തരുന്ന ഈ കടൽ മലിനമായാലോ? നമ്മുടെ ഇന്നത്തെ കണക്ക് പ്രകാരം നമ്മുടെ കടലിന് മലിനമാവുന്ന റേറ്റ് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കടൽ മലിനമായി കഴിഞ്ഞാൽ ഇവരുണ്ടാവില്ല. ഇവരില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടില്ല. നമ്മളെപ്പോൾ ചത്തുപോയി എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കടൽ മലിനമാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കുറയ്ക്കണം. വേസ്റ്റ് ഡിസ്പോസ് കടലിൽ കൊണ്ടുപോയിടാതെ പ്രോപ്പറായിട്ട് ചെയ്യണം. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിസ്ഥിതി സൗഹൃദങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബോധവൽക്കരണം, ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനും മാലിന്യങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ട് കടലിൽ തള്ളുന്നത് തടയാനുള്ള ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെ ചെയ്യണം. റെഡി? ഇനി അടുത്തതാ ആഹാരവും ഓക്സിജനും. നമ്മൾ ഇത്രയും നേരമായിട്ട് ഫുഡ് ഓക്സിജൻ ഇത് മാത്രമാണ് പറഞ്ഞതല്ലേ? പക്ഷെ അത് മാത്രമാണോ നമുക്ക് സസ്യങ്ങൾ തരുന്നത്? അല്ല. നമുക്കിതാ റബ്ബർ, നമ്മൾ ചുറ്റുപാട്, നിങ്ങളിപ്പോൾ ചുറ്റുമുള്ള സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റബ്ബറിൻ്റെ ഐറ്റമെങ്കിലും കാണാം. ഇപ്പം നോക്കിക്കേ, ഈ ഒരു മൈക്കിൻ്റെ വയർ അതുണ്ടാക്കിയിരിക്കുന്നത് റബ്ബർ കൊണ്ടാണ് അല്ലേ? അപ്പം നമ്മുടെ വാഹനങ്ങളിലെ ടയർ എവിടെ പോകണ്ട അല്ലേ? അപ്പോൾ നമ്മുടെ സസ്യങ്ങളാണ് നമുക്ക് ഈ റബ്ബർ ലാറ്റക്സ് വരുന്നത്. പിന്നെ സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട്, പിന്നെ ഔഷധങ്ങൾ, മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ബയോ പെസ്റ്റിസൈഡുകളുണ്ട്, പിന്നെ ചായ കാപ്പി അല്ലേ? ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ചായ കാപ്പിയാൻ മിസ് ഒരു പേഴ്സണൽ ചായ ലവർ കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തരുന്നത് ആരാണ്? നമ്മുടെ സസ്യങ്ങളാണ്. അപ്പോൾ സസ്യങ്ങളുടെ ആ ഒരു എന്താ പറയുക സേവനങ്ങൾ നമുക്ക് വെറും ഓക്സിജനിലും ആഹാരത്തിലും മാത്രം നിർത്താനും പറ്റില്ല. ഇനി അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരാണ്? കണ്ടൽക്കാടുകൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കൂടിയാണ് കേട്ടോ. എക്സാമിന് ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ് കണ്ടൽക്കാടുകൾ. അപ്പോൾ കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കായലും കടലും ചേരുന്ന സ്ഥലത്താണ് നമ്മുടെ കണ്ടൽക്കാടുകൾ വളരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏകദേശം 43 സ്പീഷീസ് 43 ഇനം കണ്ടലിനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എണ്ണം എല്ലാം കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 70,000 ഹെക്ടേഴ്സ് മാൻഗ്രൂവ്സ് ഉണ്ടായിരുന്നു 1975. പക്ഷേ ഇപ്പോൾ അതിൽ 90% നശിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടൽക്കാടുകളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് സുനാമി വന്ന സമയത്ത് കണ്ടൽക്കാടുകളുള്ള ഭാഗത്ത് സുനാമീനെ പ്രതിരോധിക്കാൻ പറ്റി. ഓക്കെ, കാരണം ഈ കണ്ടൽക്കാടുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുനാമിയെ പ്രതിരോധിക്കാൻ പറ്റും. അതുമാത്രമല്ല മത്സ്യസമ്പത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഓക്കെ, സോ മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമാണ്. പിന്നെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം, പലതരത്തിലുള്ള ജീവജാലങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീരപ്രദേശത്ത് അല്ലേ, കടലും കായലും ചേരുന്ന സ്ഥലത്താണ് കണ്ടൽക്കാടുകൾ വളരുന്നത്. അപ്പോൾ തീരപ്രദേശത്ത് മണ്ണിൻ്റെ സംരക്ഷണത്തിന്, പിന്നെ നമുക്കറിയാം ആഗോളതാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ചൂട്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വേനൽക്കാലത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചൂട് എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് അല്ലേ? അപ്പോൾ ഈ ചൂട് കൂടുന്ന ഒരു പ്രതിഭാസമാണ് ആഗോളതാപനം. അതിന് കാരണം നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ, റെഫ്രിജറേറ്റർ, AC-കളിൽ നിന്നൊക്കെ വരുന്ന ചില കെമിക്കൽ ഗ്യാസുകൾ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെയാണ്. അപ്പോൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതൊക്കെ കൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യും. അപ്പോൾ മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്തതിനേക്കാൾ 4 to 5 ടൈംസ് അധികം കണ്ടൽക്കാടുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാർബൺ ഡൈ ഓക്സൈഡിന് ആഗിരണം ചെയ്യാൻ പറ്റും. അതുവഴി ആഗോള താപനത്തിനെ പ്രതിരോധിക്കാനും പറ്റും. അപ്പോൾ ആ കണ്ടൽക്കാടുകളാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. 1975 ഏകദേശം 70,000 ഹെക്ടർ ഭൂമിയിൽ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് വളരെയധികം കുറഞ്ഞു, 90% നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? കണ്ടൽക്കാടുകൾ നശിച്ചു, കടൽ നശിച്ചു, നമ്മുടെ ഭൂമി നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതിനൊക്കെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പ് അപകടത്തിലാവും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് എക്സാമിന് ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രേ ഉള്ളൂ. അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയി എന്നാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അതുപോലെ മക്കളെ ഇതേപോലെ ഓരോ ചാപ്റ്റേഴ്സ്, ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1 hour കൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒരു ഫുൾ മാർക്കോ ഫുൾ A+ ഒക്കെ വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ബാച്ച് ക്ലാസ്സിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഇതെൻ്റെ കുട്ടികൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.